നമസ്കാരം. വീണിടം വിദ്യയാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. ഇതെന്ത് ഊത്ത്? ഇതിപ്പോൾ എവിടെ നിന്ന് വന്നത്? ഇത് ഇന്നലെ എൻ്റെ ചീനിച്ചട്ടിയിലാണ് വന്ന് വീണത്. അപ്പോൾ പറഞ്ഞു വന്നത്, കേരളം ഇപ്പോൾ ഈ കാൽപന്തിൻ്റെ പുറകിലാണ്. 4 വർഷം കൂടുമ്പോൾ വരുന്ന ഫിഫ വേൾഡ് കപ്പ്, 5 കൊല്ലം കൂടുമ്പോൾ വരുന്ന എലക്ഷൻ, 10 കൊല്ലം കൂടുമ്പോൾ വരുന്ന സെൻസസ്, 12 കൊല്ലം കൂടുമ്പോൾ പൂക്കുന്ന നീലക്കുറിഞ്ഞി, എല്ലാ വർഷവും മുടങ്ങാതെ വരുന്ന മാവേലി, ഇവർക്കൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല വിലയാണെങ്കിലും വർഷം മുഴുവനും 365 ദിവസവും 24 മണിക്കൂറും ഇവിടെ കിടന്ന് തേരാപ്പാര ലോ നലയണം നമുക്ക്. ഒരു ഗോൾഡൻ ബൂട്ട് പോയിട്ട് ഒരു സാധാ 8ൻ്റെ ലൂണാറ് പോലും ഇന്നേ വരെ ആരും വാങ്ങി തന്നിട്ടില്ല, അല്ലേ ചേച്ചി? ഞാൻ എപ്പോഴും വിചാരിക്കും, ഇത്രയും പൈസയൊക്കെ മുടക്കി അങ്ങ് അമേരിക്കയിലുള്ള സാൻ ഫ്രാൻസിസ്കോ, ന്യൂയോർക്ക്, ഫിലാഡൽഫിയ, കാൻസാസ്, ഹൂസ്റ്റൺ, ലോസ് ഏഞ്ചലസ് വായുപോലും വരണില്ല, ഇവിടെയൊക്കെ പോയിരുന്ന് കളി കണ്ടിട്ട് എന്തെങ്കിലും ശരിക്ക് കാണാൻ പറ്റും? ഇത് നമ്മളെ പുത്തരിക്കണ്ട മൈതാനത്ത് വെച്ച് വല്ലതായിരുന്നെങ്കിൽ നമുക്കും കൂടെ ഒന്ന് നല്ല വൃത്തിയെ കണ്ടുകൂടെയിരുന്ന. ഇനി അവിടെ പോയി നിന്ന് അവന്മാരെ തോപ്പിച്ച ട്രംപിൻ്റെ തോക്കിൻ്റെ മുനമ്പിൽ നിന്ന് വരാൻ പറ്റൂല എന്ന് ആരൊക്കെ ഡയലോഗ് അടിക്കണുണ്ടായിരുന്നു. ഇത് നമ്മളെ സ്വന്തം വീട്ടിൽ സ്വന്തം ടി വിയിൽ ഇരുന്ന് കണ്ടിരുന്നെങ്കിൽ ഇതിലും നല്ല ക്ലിയർ ആയിട്ട് കണ്ടുകൂടെയിരുന്ന. അവന്മാരെന്ത് ചെയ്യണമെന്ന്, ഇനി എപ്പോൾ അടിക്കണമെന്ന്, ഇനി അടിക്കുമ്പം അറിയാതെ കണ്ണാറ്റ ചിമ്മി അതൊന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ നമ്മൾ അബദ്ധത്തിൽ ചെയ്യുന്ന തെറ്റൊക്കെ ഈ കെട്ടിയവനൊരു 4-5 പ്രാവശ്യം കുത്തി കാണിക്കുന്ന പോലെ അവർ തന്നെ റീപ്ലേ ഇട്ട് ടി വിയിൽ കാണിച്ചും തരും. മാത്രമല്ല അവന്മാർ തിന്നണതും കുടിക്കണതും മൂക്ക് ചീറ്റണതും എന്തിന് മനസ്സിലെന്ത് ചിന്തിക്കുന്നതെന്ന് വരെ കമൻട്രി ആയിട്ട് പറഞ്ഞു തരാൻ ആൾക്കാർ. പിന്നെ അവിടെ ചെന്നിരുന്ന ഒരു ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇടാം. ഇനി അബദ്ധവശ സ്വന്തം കെട്ടിയോൾക്ക് പകരം വേറെ അവൻ്റെങ്കിലും കെട്ടിയോളെയും കൊണ്ടാണ് കളി കാണാൻ പോയിരിക്കണം എന്നുണ്ടെങ്കിൽ അവരെ സൂം ചെയ്ത് അവിടുത്തെ വലിയ സ്ക്രീനിൽ ലവ്ലി കപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ഹാഷ്ടാഗോട് കൂടി കാണിക്കും. അവൻ്റെ കപ്പിൻ്റെ കാര്യത്തിൽ അതോടുകൂടി തീരുമാനമാവും. ഏതാണ്ട് കാശ് മുടക്കി ഒരു കല്യാണത്തിന് പോയിട്ട് ക്യാമറാമാൻമാരുടെ മൂഡ് കാണേണ്ടി വരുന്ന ഒരവസ്ഥയില്ലേ, അതാണിത്. അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഈ പന്ത് കളി ഇങ്ങനെയും തലയ്ക്ക് പിടിക്കുമോ? ഇതിൽ ആരൊക്കെ കളിക്കണമെന്നോ, അവർക്ക് എപ്പോഴൊക്കെ മാച്ച് ഉണ്ടെന്നോ, കളിക്കണവരെ പേരോ, ഇതൊന്നും എനിക്ക് തലയിൽ നിൽക്കില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മറ്റേ ഇറ്റാലിയൻ ബ്രെയിൻ റൂട്ട്സ് ആനിമൽസിൻ്റെ പേര് കേൾക്കണ പോലെയേ ഉള്ളൂ. ഇവന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ചൈനക്കാരെ കാണുന്നത് പോലെ എല്ലാം ഒരുപോലെ ഇരിക്കും. അതല്ല രസം. ഈ അമ്മയുടെയും ആനയുടെയും മാറിപ്പോണ എൻ്റെ ചെറിയ കുരുപ്പ് വരെ ഇവന്മാരുടെ പേര് നിരനിരയായിട്ട് പറയും. ഇതെങ്ങനെയെന്ന് ഞാൻ വല്ലതും ചോദിച്ചു പോയാൽ എൻ്റെ പുന്നാരെ കെട്ടിയവൻ പറയും. അതാണ് ഇൻട്രസ്റ്റ്. നമ്മൾ താല്പര്യത്തോടു കൂടി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി പീസി ആവും. നീ ഇപ്പോൾ കുക്കിംഗ് ചെയ്യണില്ലേ, അതുപോലെയാണ്. ആര് ഇൻട്രസ്റ്റിൽ കോരി ഒഴിച്ച് പരത്തണമുണ്ട്, മറിച്ചിടണമല്ലോ എന്ന് വിചാരിച്ച് മറിയണ ദോശ, മൂട്ടിൽ കുത്തണോണ്ട് മാത്രം പുറത്തേക്ക് വരണ പുട്ട്, ആവിയിൽ കോരി ഒഴിച്ച് പുറത്തേക്ക് ചാടാനാവാതെ അടച്ചു വെക്കണ ഇഡ്ഡലി, ഞെക്കിക്കൊല്ലൽ സഹിക്കാനാവാതെ നൂലുപോലെ കറങ്ങി വരണ ഇടിയപ്പം, ഇടിച്ചു കൊന്നിട്ടും മതിയാവാതെ കല്ലി ചുട്ടെടുക്കണ ചപ്പാത്തി. ഇതുങ്ങളും ഞാനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണണില്ല. പുറമേക്ക് നോക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. പക്ഷെ ഇതുപോലെ ചെയ്തവർക്കും ചെയ്തതിന് യാതൊരു വിലയില്ലാത്തൊരു ജോലി, അതൊക്കെ പൊട്ട്. നിങ്ങൾ പോയി വല്ല ഒരു ഗോൾ അടിക്കണം നോക്കിയിട്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും, ഈ ജയിക്കണമെന്നുള്ളവന്മാർക്ക് ആ ഗ്രൗണ്ടിൽ പുല്ലിൻ്റെ കളർ ഇട്ടുകൊണ്ട് പോയി വല്ല ഓന്തിനെയും പോലെ പതിഞ്ഞിരുന്നാൽ പോരായിരുന്നു. പന്ത് അടുത്തെത്തുമ്പം വലിച്ചടിച്ചങ്ങ് വലയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇതൊരുമാതിരി മറ്റേ മഞ്ഞ കളറും ഒക്കെ ഇട്ട് പ്ലച്ചനെ പോയി നിന്നതുകൊണ്ടല്ലേ തോറ്റുപോയത്. കളിച്ചവന്മാരും കളി ജയിച്ചവന്മാരും തോറ്റവന്മാരും എല്ലാം കളിച്ച പൈസ വാങ്ങിക്കൊണ്ട് കുടുംബത്തെത്തിക്കാണും. എൻ്റെ കുടുംബത്തുള്ളവർ ഇതുവരെ ജലപാനം പോലും നടത്തിയിട്ടില്ല. അതും കെട്ടിയോൻ്റെയും കൂട്ടുകാരെയും കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. പോട്ട് അടുത്ത കളിയിൽ കാണാമെന്ന് പറഞ്ഞപ്പം അങ്ങേര് എന്നെ ഒരു ചിറച്ചിൽ. അടുത്ത കളി കളിക്കാൻ നെയ്മീൻ ഉണ്ടാവൂല എന്ന്. നെയ്മീൻ ഇല്ലെങ്കിൽ ചൂര വെച്ച് തിന്നണമെന്ന് ഞാൻ അല്ല. പിന്നെ ഈ ഫുട്ബോൾ കളിയും നമ്മളെ വീട്ടുപണിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതിൽ 11 കളിക്കാരെങ്കിൽ ഇതിലൊരൊറ്റ കളിക്കാരി. സ്റ്റാർട്ട് പോയിന്റിലും ബാക്കും സെൻട്രൽ ബാക്കും ഗോളിയും എല്ലാം ഒരൊറ്റ സ്ട്രൈക്കർ. ഫുട്ബോളിൽ ഈ 4-4-2, 4-3-3 ഇങ്ങനെയൊക്കെ ഒരു ഫോർമുല ഉണ്ടല്ലോ. അത് നമ്മുടെ വീട്ടുപണിയിലോട്ട് വരുമ്പോൾ കന്നിമൂല, അഗ്നിമൂല, ഈശാനകോണ്, വായുകോണ് എന്നിങ്ങനെ ആയിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഒരു പാസ് അല്ല, ഒരു ഗ്ലാസ് എങ്ങാനും എടുക്കാൻ ഞങ്ങളുടെ അധികാര മേഖലയിലേക്ക് കാലെടുത്ത് വച്ച എപ്പം ഞങ്ങൾ ഓഫ് സൈഡ് വിളിച്ചെന്ന് ചോദിച്ചാൽ മതി. ഇനി ഈ മെസ്സിയും എംബാപ്പയൊക്കെ ഡിഫൻഡറിൻ്റെ കണ്ണ് വെട്ടിച്ച് 6 കടിച്ച് പന്തും കൊണ്ട് ഓടുന്നത് പോലെ എൻ്റെ 2 എണ്ണം ഈ ഡിഫൻഡറിനെ വെട്ടിച്ച് സ്നാക്സ് ബോക്സും കൊണ്ട് ഓടാൻ ശ്രമിക്കാറുണ്ട്. 11 കളിക്കാർക്ക് ഒരൊറ്റ പോരാളി വീടോ. പെനാൽറ്റി കിക്ക് അടിക്കണത് പോലെ സകല ദൈവങ്ങളെ മനസ്സിലങ്ങ് പ്രാർത്ഥിച്ച് ആഞ്ഞൊന്ന് കൊടുക്കും. ദാ കിടക്കണം എൻ്റെ 2 ഗോളും നിലത്ത്. രാത്രി മൊത്തം കുത്തിയിരുന്ന് ഫുട്ബോൾ കളിയാണ് കെട്ടിയോനും മക്കളും. അമ്മ വെള്ളം, അമ്മ സ്നാക്സ്, എടി കുറിക്കാനും കൂടെ എന്തെങ്കിലും എടുത്തോ. നമ്മളുടെ ഉറക്കം അങ്ങ് പോകും. ഇതുങ്ങളെല്ലാം പുലർച്ചെ കിടന്ന് ഉറങ്ങും. നമുക്കൊട്ട് ഉറങ്ങാൻ പറ്റുമോ? ഇനി നമ്മൾ ചോറ് പൊതിയാൻ എങ്ങാനും 5 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ നിനക്ക് എന്താണ് ഇവിടെ ഇത്ര പണി? അമ്മയ്ക്ക് ഒരു 5 മിനിറ്റ് സ്പീഡിലായിക്കൂടെ?
നിന്റെ കാര്യമൊക്കെ കറക്റ്റിന് നടക്കണുണ്ടല്ലോ എന്ന്. എൻ്റെ എന്ത് കാര്യം നടന്നു? ഞാൻ പുലർച്ചെ ഇട്ട് വെച്ച ചായ ഇപ്പം കൂര ഉറുക്കിയതുപോലെ ഇരിക്കുകയാണ്. ഇനി ഈ ഡയലോഗ് വല്ലതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലെങ്ങാനും ആരെങ്കിലും കാലെടുത്ത് കുത്തണം. ഞാൻ ആദ്യം ആ മഞ്ഞപ്പൊടി കോരി കാണിക്കും. വീണ്ടും ആവർത്തിച്ച മുളക് പൊടി കോരി കണ്ണിലിട്ട് കൊടുക്കും. 3 ദിവസം കണ്ണ് തുറക്കണ്ട. അല്ല പിന്നെ നമുക്കുണ്ട് മഞ്ഞയും ചുവപ്പും ഒക്കെ കാർഡ്. ഈ ഫുട്ബോൾ കളിയിൽ പെനാൽറ്റി കിക്ക് എടുക്കാൻ നേരത്ത് എൻ്റെ കെട്ടിയോൻ്റെ 2 കണ്ണും ഇങ്ങനെ പുറത്തോട്ട് വന്നിരിക്കും. ഒന്നനങ്ങിക്കഴിഞ്ഞാൽ ആ കൃഷ്ണമണി തറയെ കിടന്ന് ഉരുളൂന്ന് പറഞ്ഞ പോലെ. അതൊക്കെ നമ്മൾ മഴ ആകാശത്തുനിന്ന് പുറപ്പെട്ട് ഭൂമിയിലേക്ക് ആദ്യത്തെ തുള്ളി പതിക്കുമ്പോൾ തന്നെ മുടി ഒരു കൊണ്ടയും കെട്ടി നൈറ്റിയും പൊക്കി പിടിച്ചുകൊണ്ട് പായും അനച്ചിട്ട തുണിയെടുക്കാൻ. രണ്ടാമത്തെ തുള്ളിക്ക് മുമ്പ് ഒരു ജൗളിക്കട മുഴുവൻ വീട്ടിലോട്ടങ്ങ് എത്തിക്കും. അത്രയും വലിയ റിസ്ക് ഒന്നും ഒരു പെനാൽറ്റി കിക്കർമാരും എടുക്കാറില്ല. എനിക്കതല്ല മനസ്സിലാവാത്തത്. ഒരു 20 പേര് കിടന്ന് ഒരു പന്തിന് വേണ്ടി പിന്നാലെ പായാനും 2 പേര് തടുക്കാനും എനിക്ക് ഈ കളിയിലെ ലോജിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ചിലപ്പം കളി അറിഞ്ഞുകൂടാത്തോണ്ടായിരിക്കും. കുറേ സമയം ആ പന്ത് ആ വെള്ള കളറിട്ട ഉടുപ്പിട്ട അവന്മാരെ കൂട്ടത്തായിരിക്കും. അവന്മാരിങ്ങനെ കൊണ്ട് നടക്കണം. ഇടയ്ക്ക് ആ ചുവപ്പിട്ടവന്മാർക്കും കൂടെ ഒന്ന് കൊടുത്തൂടെ? അവന്മാർ പന്ത് തരുമോ എന്നും പറഞ്ഞുകൊണ്ട് പുറകെ ഓടി വായിൽ നൊരയും പതയൊക്കെ വന്ന് കണ്ടിട്ട് എനിക്ക് എന്നെ സഹിക്കണില്ല. സത്യം പറഞ്ഞാൽ ആ പന്ത് നേരെ വലയിലേക്ക് വീഴുമ്പോഴാണ് കുടുംബക്കാർക്ക് സന്തോഷമെങ്കിൽ, നല്ല മീൻ വലയിലേക്ക് വീണ് പിറ്റേന്ന് അത് മജീദൊക്കെ കൊണ്ടുവന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി കറിയൊക്കെ വെച്ച് വയ്ക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. അതല്ല രസം. ഇപ്പോൾ മനുഷ്യരെ തന്നെ വിശ്വസിക്കാത്തൊരു കാലത്ത് മൈമുന എന്ന് പറയുന്ന ഒരു തത്ത പറയുമെന്ന് കളി ആര് ജയിക്കുമെന്ന്. ഈ മൈമുന എന്നുള്ള പേര് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച മലപ്പുറത്ത് തിരുമ്പിളിയത്തുള്ള ഏതോ ഒരു താത്തയാണെന്ന്. നീ ആള് കൊള്ളാട്ടാ. ഇക്കൊല്ലം കേരളം വരണ്ടുണങ്ങുമെന്ന് ഒരാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതും അക്കൊല്ലം കേരളം പ്രളയം കൊണ്ടുപോയി തമിഴ്നാട് പിടിച്ചെടുക്കാതെ പപ്പനാവൻ്റെ കാലിൽ പിടിച്ചു തൂങ്ങിക്കിടന്ന് രക്ഷപ്പെട്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ വെള്ളം ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം മലയാളികൾ ഒന്നടക്കം തെറി വിളിച്ചത് ആ വരൾച്ച പ്രഖ്യാപിച്ച കാരണം വരെയാണ്. പക്ഷെ നീ അങ്ങനെ അല്ലാട്ടാ. നീ ആള് പുലിയാണ്. ഒന്നുമില്ലെങ്കിൽ ഇത്രയും പേരെ നീ നിന്നിലോട്ട് പിടിച്ചു നിർത്തണില്ലേ എൻ്റെ മൈമുന താത്തേ, അല്ല തത്തേ. ഓരോ വേൾഡ് കപ്പ് വരാൻ നേരവും നമ്മുടെ നാട്ടിലെ കവലകളിൽ ഫ്ലെക്സ് യുദ്ധം കോടി കെട്ടി അങ്ങ് പറക്കും. സത്യം പറഞ്ഞാൽ ഫുട്ബോളിൽ നെയ്മറും മെസ്സിയും റൊണാൾഡോയും എംബാപ്പയും തമ്മിൽ ഇത്രയും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞൂടാ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ മരണമാസമായിരിക്കും. ഒരു ഫ്ലെക്സ് പുകയുടെ നടുക്കാണെങ്കിൽ മറ്റേത് കായലിൻ്റെ അറ്റത്തായിരിക്കും. ഒന്ന് MG റോഡിൻ്റെ ഹൃദയഭാഗത്താണെങ്കിൽ മറ്റേത് സൗകര്യപ്പെട്ട സെക്രട്ടേറിയറ്റിൻ്റെ മുകളിൽ വരെ കയറി കെട്ടും. ഇനി നമ്മുടെ പഞ്ചായത്തിലെ പുതിയ മെമ്പറിൻ്റെ പേരറിഞ്ഞൂടെങ്കിലും കളിക്കാരും അവരുടെ കുടുംബക്കാരുടെയും ഡീറ്റെയിൽസ് നമുക്ക് മനപ്പാടമായിരിക്കും. ഇനി എത്ര ട്രോളിയാലും ആ 90 മിനിറ്റ് കളി നമുക്ക് തരുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളുടെ ഒരു റീപ്ലേ തന്നെയാണ് അല്ലേ? നമ്മൾ വീട്ടമ്മമാർക്ക് മെസ്സിയെയോ റൊണാൾഡോയോ നെയ്മറിനെയോ എംബാപ്പയെ പറ്റിയൊന്നും കൂടുതൽ അറിയില്ലെങ്കിലും അവർ തോറ്റ നിങ്ങൾ വിഷമിക്കുമെന്ന് കരുതി അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. വിഷമിക്കേണ്ട മോനെ, അവർ ജയിക്കും എന്നൊരമ്മ പറയുമ്പോൾ ലോകത്തിലെ ഏതൊരു കോച്ചിനും തരാൻ കഴിയാത്ത ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. ഇനി ജീവിതത്തിൽ എത്ര പ്രാവശ്യം വീണു പോയാലും എത്ര അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയാലും അവസാന ഇഞ്ചുറി ടൈമിൽ പോലും ഒരു ഗോളിന് ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഈ കാൽപന്ത് കളിയേക്കാൾ ജീവിതത്തിൽ പ്രചോദനം തരാൻ വേറൊന്നില്ല. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഓൾ ടീംസ്.